കെ സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുമോ ഇല്ലയോ എന്ന ചർച്ച തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. കെ സുധാകരനെ മാറ്റാൻ VD സതീശന്റെ നേതൃത്വത്തിൽ വലിയ ശ്രമം ഏറെക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെ ചെറുത്ത് തോൽപ്പിച്ച് ഇതുവരെ എത്തി കെ സുധാകരൻ. എന്നാൽ ഒടുവിൽ കെ സുധാകരനെ മാറ്റാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചു. രണ്ടുപേരെയാണ് അവസാനമായി KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. അത് ഒന്ന് ആന്റോ ആന്റണിയാണ്, രണ്ടാമതയാൾ സണ്ണി ജോസഫാണ്. ഇന്ന് കോഴിക്കോട് UDFന്റെ നേതൃയോഗമുണ്ടായിരുന്നു. നേതൃയോഗത്തിൽ പങ്കെടുക്കാൻ കെ സുധാകരൻ കോഴിക്കോടേക്ക് പോകുന്നതിന് ഇടയിലാണ് ദില്ലിയിൽ നിന്ന് വിളി വരുന്നത്, എത്രയും വേഗം ദില്ലിയിലെത്തണം എന്നും. അങ്ങനെ കെ സുധാകരൻ ദില്ലിയിലെത്തുന്നു. കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തുന്നു. AICC പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെയെ കാണുന്നു. അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുന്നു. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് താങ്കൾ മാറണം, താങ്കൾ AICCയുടെ പ്രവർത്തക സമിതിയിൽ പ്രത്യേക ക്ഷണിതാവാകും എന്ന അറിയിപ്പ് കൈമാറുകയും ചെയ്യുന്നു. കെ സുധാകരനെ പ്രവർത്തക സമിതിയിൽ പ്രത്യേക ക്ഷണിതാവാക്കാൻ തീരുമാനിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് പുറത്തു വരുന്നത്. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റും എന്ന കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്. ആരായിരിക്കും അടുത്ത KPCC പ്രസിഡന്റ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. കെ സുധാകരനോട് ഇക്കാര്യം മല്ലികാർജുന ഖാർഗെ ചോദിച്ചുവെന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. കെ സുധാകരൻ പറഞ്ഞ പേര് സണ്ണി ജോസഫിൻ്റെതാണ്, കണ്ണൂരിൽ നിന്നുള്ള സണ്ണി ജോസഫിൻ്റെതാണ്. ക്രൈസ്തവ മതവിഭാഗത്തിൽ നിന്ന് തന്നെ ഒരാൾ KPCC പ്രസിഡന്റ് ആകണം എന്ന് AICC തീരുമാനമെടുത്തിട്ടുണ്ട്. അതനുസരിച്ച് രണ്ടുപേർ മാത്രമാണ് ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റിലുള്ളത്. അതിലൊന്ന് സണ്ണി ജോസഫാണ്, മറ്റൊരാൾ ആന്റോ ആന്റണിയാണ്, പത്തനംതിട്ട MP. ആന്റോ ആന്റണിയേക്കാളും ക്രൈസ്തവ സഭയോട്, ക്രൈസ്തവ മേലധ്യക്ഷന്മാരോട് അടുത്ത് നിൽക്കുന്ന ആളാണ് സണ്ണി ജോസഫ് എന്നാണ് കെ സുധാകരൻ AICC നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ച് പിന്നീട് തീരുമാനമെടുക്കും. ആ തീരുമാനത്തിൽ KC വേണുഗോപാലിന്റെ ഇടപെടൽ നിർണായകമാവുകയും ചെയ്യും. ആന്റോ ആന്റണി ആയിരിക്കുമോ അതല്ല സണ്ണി ജോസഫ് ആയിരിക്കുമോ എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ. കെ സുധാകരനോടൊപ്പം KC വേണുഗോപാലും സണ്ണി ജോസഫിന്റെ പേര് നിർദ്ദേശിച്ചാൽ, എല്ലാവരും കണ്ണൂർക്കാരാണ്, ആ ഒരു കണ്ണൂർ വികാരം അതിൽ പ്രതിഫലിച്ചാൽ സ്വാഭാവികമായും സണ്ണി ജോസഫ് KPCCയുടെ പ്രസിഡന്റായി വരും. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിരവധി പേർ ശ്രമിച്ചിരുന്നു. കൊടിക്കുന്നിൽ സുരേഷ് ശ്രമിച്ചിരുന്നു, അടൂർ പ്രകാശ് ശ്രമിച്ചിരുന്നു. അടൂർ പ്രകാശിന്റെ വാദം ഈഴവ സമുദായത്തിൽപ്പെട്ട ആളാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ്. അതുകൊണ്ട് KPCC പ്രസിഡന്റ് മാറുമ്പോൾ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാൾ തന്നെ വേണം എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. പക്ഷേ അത് തള്ളുകയാണ് AICC ചെയ്തത്. പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് ഒരാൾ KPCCയുടെ പ്രസിഡന്റ് ആകണം, അങ്ങനെ KPCC പ്രസിഡന്റായി എന്നെ നിയമിക്കണം എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യപ്പെട്ടത്. അതും സ്വീകരിച്ചില്ല. ക്രൈസ്തവ മതവിഭാഗം ഇപ്പോൾ BJPയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. KPCC നേതൃത്വത്തിൽ ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ആരുമില്ല. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. AK ആന്റണി, ഉമ്മൻചാണ്ടി എന്നിങ്ങനെ പ്രബലരായ നേതാക്കൾ ക്രൈസ്തവ മതവിഭാഗത്തിൽ നിന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരുമില്ല. അതുകൊണ്ട് ആ വിടവ് മാറ്റണം, അത് ഒഴിവാക്കണം. അതിന് ക്രൈസ്തവ മതവിഭാഗത്തിൽ നിന്ന് തന്നെ ഒരാൾ KPCC പ്രസിഡന്റ് ആകണം എന്ന ഉറച്ച നിലപാട് ഹൈക്കമാൻഡ് എടുത്തു. ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടയാൾ KPCC പ്രസിഡന്റ്, ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ടയാൾ പ്രതിപക്ഷ നേതാവ്, മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടയാൾ UDF കൺവീനർ എന്ന ഒരു ഇക്വേഷൻ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അതനുസരിച്ചുള്ള തീരുമാനം ഹൈക്കമാൻഡ് എടുക്കും. ഇവിടെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, VD സതീശൻ ഏറെക്കാലം ആഗ്രഹിച്ചതാണ് കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നത്. അതിൽ VD സതീശൻ വിജയിച്ചിരിക്കുന്നു. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ അവസാനത്തെ അടവ് VD സതീശനും KC വേണുഗോപാലും ചേർന്ന് എടുത്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിക്കുന്നില്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ച ആളാണ് കെ സുധാകരൻ. സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് കണ്ണൂർ സ്ഥാനാർത്ഥിയാകാൻ ഞാനില്ല എന്നാണ് കെ സുധാകരൻ പരസ്യമായി പറഞ്ഞത്. എന്നാൽ സിറ്റിംഗ് MPമാർ എല്ലാവരും മത്സരിക്കണമെന്ന് തീരുമാനിക്കുകയും അതനുസരിച്ച് കണ്ണൂരിൽ കെ സുധാകരൻ മാറിയാൽ ആ സീറ്റ് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് കെ സുധാകരനെ കണ്ണൂരിൽ മത്സരിപ്പിക്കുകയും KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തുകയും ചെയ്തു. താൽക്കാലികമായി KPCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി നിർത്തി പിന്നീട് കെ സുധാകരനെ അവിടത്തേക്ക് കൊണ്ടുവരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നല്ല രീതിയിൽ നടന്നിരുന്നു. എന്നാൽ
കെ സുധാകരൻ ഒരു രണ്ടാം വരവ് KPCC-യിലേക്ക് നടത്തിയത് വലിയ വാർത്തയാവുകയും മുദ്രാവാക്യം വിളികളോടെയാണ് KPCC പ്രസിഡന്റിനെ കെ സുധാകരനെ ഇന്ദിരാഭവനിലേക്ക് കൊണ്ടുവന്നത്, ആ കസേരയിൽ ഇരുത്തിയത് എന്നൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. എന്ന് വെച്ചാൽ പിടിച്ചെടുക്കുകയായിരുന്നു ഇന്ദിരാഭവൻ രണ്ടാം തവണ കെ സുധാകരൻ. പക്ഷെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായി നിൽക്കുന്ന കെ സുധാകരനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കെ സുധാകരനും VD സതീശനും KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമായി വരുന്ന ഒരു സമയമുണ്ടായിരുന്നു. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നു. പിണറായിയെ താഴെ ഇറക്കാൻ കെ സുധാകരനെ കൊണ്ടുവരണം, കണ്ണൂരിൽ നിന്ന് പിണറായിയെ നേരിടാൻ ഒരാൾ വേണം എന്നൊക്കെ പറഞ്ഞാണ് അന്ന് കെ സുധാകരനെ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറ്റിയത്. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് നൽകിയ സ്വീകരണം, അന്ന് മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ഒക്കെ നാം കണ്ടതാണ്. ഇതാ ഇനി പിണറായി വിജയന് അധികം ആയുസില്ല, ഇതാ ഇപ്പോൾ പിടിച്ച് താഴെ ഇറക്കും എന്നൊക്കെ പറഞ്ഞ് കണ്ണൂരിന്റെ ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ പറഞ്ഞാണ് കെ സുധാകരനെ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കയറ്റിവിട്ടത്. ഇപ്പോൾ ഇതാ ഗർജിക്കുന്ന സിംഹം പോയി എലിയായി തിരിച്ച് കണ്ണൂരിലേക്ക് തന്നെ പോകേണ്ട അവസ്ഥയിലേക്ക് കെ സുധാകരൻ എത്തിയിരിക്കുന്നു. അത് കേരളത്തിലെ കോൺഗ്രസിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നതേ ഇനി അറിയാനുള്ളൂ. അടിമുടി കേരളത്തിലെ കോൺഗ്രസിൽ മാറ്റം വരുത്തും എന്നാണ് AICC പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. പുനഃസംഘടന ഉണ്ടെങ്കിൽ അത് നീട്ടിക്കൊണ്ടു പോകരുത്. കാരണം ഇലക്ഷൻ അടുത്ത് കഴിഞ്ഞു. ഇലക്ഷന്റെ അടുത്ത് അത്തരം പുനഃസംഘടന വന്നാൽ കോൺഗ്രസ് നിർജ്ജീവമാകുന്ന അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് നേരത്തെ വേണം എന്ന നിർദ്ദേശം കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചിരുന്നു. അതനുസരിച്ചാണ് വളരെ തിടുക്കത്തിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നത്. AICC ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് KPCC പ്രസിഡന്റിനെ മാറ്റാനാണ്. ആരായിരിക്കും അടുത്ത KPCC പ്രസിഡന്റ് എന്ന തീരുമാനം എടുത്തിട്ടില്ല. രണ്ടു പേരുകളാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. ഒന്ന് ആന്റോ ആന്റണിയാണ്, മറ്റൊന്ന് സണ്ണി ജോസഫാണ്. ഇതിൽ ഒരാളായിരിക്കും KPCC പ്രസിഡന്റ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതനുസരിച്ചുള്ള തീരുമാനം തൊട്ടടുത്ത ദിവസം തന്നെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ കേരളത്തിലെ കോൺഗ്രസിൽ അടിമുടി മാറ്റം വരുത്താൻ AICC തീരുമാനിച്ചിട്ടുണ്ട്. അത് ഏത് രൂപത്തിലാണ് പ്രതിഫലിക്കുക കോൺഗ്രസിനകത്ത് എന്നത് ആരൊക്കെയായിരിക്കും ഭാരവാഹികൾ എന്നതിനെ ആശ്രയിച്ചിരിക്കും.